2 ദിവസത്തേക്കെന്ന് പറഞ്ഞു പോയിട്ട് 5 ദിവസം പിടിച്ചു നിർത്തിയ ഒരു ഐലൻഡ് ഉണ്ട്. തെക്കൻ തായ്ലൻഡിലെ ക്രാബിക്കും ഫുക്കറ്റിനും എല്ലാം അടുത്ത് ആൻഡമാൻ ഉൾക്കടലിലുള്ള ഫിഫി ഐലൻഡ്സ്. തായ്ലൻഡിൽ സെക്സ് ടൂറിസം മാത്രമല്ല മറ്റു പലതും ഉണ്ടെന്ന് കാണിച്ചു തന്നൊരു സ്ഥലം. കടലെന്ന പേടി മാറ്റിയിട്ട് അതിനടിയിലെ മായാലോകം കാണിച്ചു തന്ന സ്ഥലം. ദി വൺ ആൻഡ് ഓൺലി ഫിഫി ഐലൻഡ്സ്. ക്രാബിയിൽ നിന്നും ഫെറിയൊക്കെ കയറി ഫിഫി ഐലൻഡിലെത്തി അവിടുത്തെ ലോക്കൽ കാഴ്ചകളും ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ സൺസെറ്റ് പോയിന്റുകളും പിന്നെ ലോക പ്രശസ്തമായ മായാബയൊക്കെ ഉൾപ്പെടുന്ന ഐലൻഡ് ട്രിപ്പുകളുടെയും കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ ഗോകുൽദാസും നിങ്ങൾക്കറിയാവുന്ന ചില പ്രമുഖന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിഫി ഐലൻഡിലെ സ്കൂബ ഇൻസ്ട്രക്ടേഴ്സായ ജിബിനും ഹഫീസും ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ശംസുദ്ദീൻ. ഫിഫി ഐലൻഡിൻ്റെ ഒരു കിട്ടില്ലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഫി ഐലൻഡിലേക്കുള്ള ഫെറി എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ തെക്കൻ തായ്ലൻഡിലെ ബിഗ്ഗസ്റ്റ് ഐലൻഡായ ഫുക്കറ്റിലെത്തണം, അല്ലെങ്കിൽ ക്രാബി എന്ന ഈ സ്ഥലത്തെത്തണം. ഈ 2 സ്ഥലത്തും ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്. കൊച്ചിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് ഒന്നെങ്കിൽ മലേഷ്യയിലെ കൊലാലംപൂർ വഴിയോ അല്ലെങ്കിൽ തായ്ലൻഡിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ബാങ്കോക്ക് വഴിയോ ഉള്ള കണക്ഷൻ ഫ്ലൈറ്റ്സ് എടുക്കുകയേ നിവൃത്തിയുള്ളൂ. കൊച്ചിയിൽ നിന്ന് 7 മണിക്കൂർ മിനിമം എടുക്കുന്ന യാത്രയാണ് കേട്ടോ. ആവറേജ് ഒരു 12,000 rupees ഒക്കെ ആവും വൺ വേ ടിക്കറ്റിന്. പിന്നെ തായ്ലൻഡിൽ വിസ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ആ ചിലവ് ലാഭിക്കാം. ബാങ്കോക്കിലുണ്ടായിരുന്ന നമ്മൾ അവിടുത്തെ കറക്കത്തിന് ശേഷം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫ്ലൈറ്റ് എടുത്ത് ക്രാബി എത്തി. അവിടെ എത്തിയിട്ട് ഫിഫിയിലേക്ക് പോകാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു ഫെറി സർവീസ് ബുക്ക് ചെയ്യാം. അതിന് 400 ബാത്താണ് ചിലവ് വരുന്നത്. നാട്ടിൽ ഏകദേശം 1000 രൂപയാകും. അതല്ലെങ്കിൽ സ്പീഡ് ബോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് 700 മുതൽ 800 ബാത്ത് വരെ വരും. അതായത് 2000 ഇന്ത്യൻ റുപ്പി എടുത്ത് ചിലവ് വരും. ഫെറി ആണെങ്കിൽ 2 മണിക്കൂർ, സ്പീഡ് ബോട്ട് ആണെങ്കിൽ 45 മിനിറ്റ്. പണം പോട്ടെ സ്പീഡ് വരട്ടെ എന്നുള്ളവർക്ക് സ്പീഡ് ബോട്ടും, സമയമുള്ളവർക്ക് ഫെറി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ബുക്ക് ചെയ്യാനുള്ള നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. പിന്നെ ഓരോ ഫെറികളും പുറപ്പെടുന്നത് വെവ്വേറെ പിയറുകളിൽ നിന്നാണ്. പിയർ എന്ന് വെച്ചാൽ ബോട്ട് ചിട്ടി, അത്രേ ഉള്ളൂ. നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള പിയറിൽ നിന്നുള്ള ഫെറി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ക്രാബി റിവർ മറീന എന്ന പിയറിൽ നിന്നുമാണ് നമുക്കുള്ള ഫെറി. അവിടെ എത്തി മുൻകൂട്ടി എടുത്ത ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കടന്നു. നല്ല കിഡിലൻ സെറ്റപ്പ് ബോട്ട് കിട്ടി. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ഫെറിയിലേക്ക് എത്തുവാനായിട്ട്. ഈ ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 2-3 നിലകളുള്ള ഫെറിയാണ്. മുകളിൽ ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് യാത്രയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രാബിയിൽ നിന്നും ഫുക്കറ്റിൽ നിന്നുമൊക്കെ 1 ഡേ ട്രിപ്പിനായിട്ട് ഫിഫിയിലേക്ക് പോകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫെറി തീരം വിട്ട് മുന്നോട്ടേക്ക് പോയി തുടങ്ങി. ലൈം സ്റ്റോൺ മലകൾ വെള്ളത്തിൽ തലയുയർത്തി നിൽക്കുന്ന കാഴ്ചകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനിയുള്ള 2 മണിക്കൂർ അതല്ലെങ്കിൽ 40 കിലോമീറ്റർ ദൂരം ഇതൊക്കെയാവും കാഴ്ചകൾ. 6 ഐലൻഡുകളുടെ ഒരു കൂട്ടമാണ് ഫിഫി. അതിലെ ഏറ്റവും വലുതും ജനവാസമുള്ളതുമായ കോ ഫിഫി ഡോൺ എന്ന ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ള ഐലൻഡിലേക്കൊക്കെ ഫിഫി ഡോൺ ഐലൻഡിൽ നിന്ന് ലോങ് ടെയിൽ ബോട്ടൊക്കെ എടുത്ത് നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫിഫി ഐലൻഡിൻ്റെ തീരം എത്തിയപ്പോൾ തന്നെ അവിടെ നല്ല തിരക്ക് കാണാം. ഡേ ട്രിപ്പിനായിട്ട് ഇവിടെ വരുന്നവർ രാവിലെ ഇവിടെ എത്തി ഫുഡൊക്കെ അടിച്ച് ഐലൻഡ് ട്രിപ്പൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകും. അതാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഫിഫിയിലെത്തി ജിബിനെ ഹഫീസിനെയൊക്കെ കണ്ട് ഒരു കൈയൊക്കെ കൊടുത്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ കുറവായതുകൊണ്ട് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. 1500 ബാത്താണ് നമ്മൾ താമസിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലെ റൂമിന് കോസ്റ്റ് വന്നത്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 4000 രൂപയ്ക്ക് അടുത്തൊക്കെ വരും ഇവിടുത്തെ ഒരു റൂമിൻ്റെ റെൻറ്റ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സും പിന്നെ ആ ഒരു സ്കൂബ എന്നുള്ളൊരു ആഗ്രഹം അതങ്ങ് തീർക്കാനും വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ എപ്പിസോഡ്സൊക്കെ ഇതിന് ശേഷം വരുന്നതായിരിക്കും. സോ ഫിഫിയിലെ മെയിൻ അട്രാക്ഷൻ ഇവിടെ ഒരു 3 സൺസെറ്റ് അല്ലേ? ജിബിനാണ്. ജിബിൻ നമ്മുടെ സ്കൂബ ഇൻസ്ട്രക്ടറാണ്. അപ്പം 3 സൺസെറ്റ് പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് 1 and 2 3 ഒന്നാമത്തെയും 2ാമത്തെയും സൺസെറ്റ് പോയിന്റ്സ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നടന്നു തന്നെ പോകണം, വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 500 baht. You pay? 500. ജിതു എം ജി, എവിടെ പോകുന്നത്?
നമ്മള് സൺസെറ്റ് വ്യൂ പോയിന്റ് 1 and 2 1 and 2 അല്ലേ? കൊള്ളാം അല്ലേ? നിങ്ങളിവിടെ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കേട്ടോ എന്നെ പോലെ. അപ്പോൾ നമ്മൾ ഈ കയറി പോകുന്ന വഴിയിലേ 2 സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഒന്നും നമ്മൾ കയറി വിലയൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ വിലതിൻ്റെ വാരമൊന്നും അറിയത്തില്ല. പക്ഷേ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല രസമുള്ള വഴിയാണ്. ആ വഴി കൂടെ നമ്മൾ കയറും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് മല കയറണം. 1200 1500 സ്റ്റെപ്പ്. അയ്യോ ഞമ്മേ. ആ ബാ. ഹലോ ഹലോ ഹലോ. അല്ല, എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ? പറഞ്ഞോ. അപ്പോൾ ഈ കാണുന്നവർക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ചോദിച്ചോട്ടെ. അപ്പോൾ ഇവിടെ കൂടുതലും എന്ത് ടൈപ്പ് പോപ്പുലേഷനാണ്? ഇവിടെ 2 ടൈപ്പ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇവിടെ തായ്, മ്യാൻമാർ ആയിട്ടുള്ള 2 പോപ്പുലേഷൻ ആണ്. മ്യാൻമാർ നമ്മുടെ ബർമീസ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ തായില് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. മ്യാൻമറിൽ വരുന്നത് അവരെല്ലാം ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അവിടെ കൾച്ചർ പരിപാടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ ഏരിയ മുഴുവനും ലോക്കൽസ്, ഇവിടുത്തെ ലോക്കൽസുകൾ താമസിക്കുന്ന മെയിൻ ഏരിയ ആണ്. ഇത് പറയുന്ന ഫിഫിയുടെ ഒരു വേറൊരു സൈഡാണ്. ടൂറിസ്റ്റുകളല്ലാണ്ട് ലോക്കൽസുകൾ താമസിക്കുന്ന, ഇവിടെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ലോക്കൽസ് ഒക്കെ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. സോ നമ്മളെ ഏരിയയിൽ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഈ ഒരു റൈസിൻ്റെ ഒരു സംഭവമായിരിക്കും, റൈസ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് വ്യൂ പോയിന്റ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. നല്ല അച്ചപ്പം, കോയലപ്പം, ഉണ്ണിയപ്പം എല്ലാം ഉണ്ട്. ഇതൊരു ബ്രസീലിയൻ പീപ്പിളിന്റെ ഒരു കമ്മ്യൂണിറ്റി ആണ് ഈ ഏരിയ മൊത്തം. അവർ ബ്രസൂക്ക എന്ന അവരുടെ ഒരു ഇതിന്റെ പേര്, ക്ലബിന്റെ പേര് ബ്രസൂക്ക. എത്ര ഉള്ളൂ? എത്ര? 50. നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. നല്ല കുത്തുകയറ്റമാണ്. പിന്നെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ നല്ല വേർത്ത് കുളിച്ച് വ്യൂ പോയിന്റ് നമ്പർ 1 നമ്മളെത്തി. ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് സുനാമി അടിച്ചപ്പോഴത്തേക്കിനും ഫിഫി ഐലൻഡിനെ അത് കാര്യമായിട്ട് ബാധിച്ചിരുന്നു. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇവർ ഈ ഹൈറ്റ് ഉള്ളിടത്ത് ഒരു ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പണ്ട് സുനാമി അടിച്ചപ്പം ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ പടങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2000-നും 3000-നും ഇടയ്ക്ക് ആൾക്കാർ താമസിക്കുന്ന ഫിഫി ഐലൻഡിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് മതിയായിരിക്കും അവർക്കതിനെ പ്രതിരോധിക്കാനായിട്ട്. അവിടെ നമ്മൾ വ്യൂ പോയിന്റ് നമ്പർ 3 നടന്നു. ഒരു 15 to 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് നമ്പർ 3 നിറച്ച ആൾക്കാർ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഫിഫി ഐലൻഡിൻ്റെ ഒരു ഷേപ്പൊക്കെ മനസ്സിലാവും. ആ ദിവസത്തെ അധ്വാനത്തിന് ശേഷം സൂര്യൻ പതിയെ ചക്രവാളത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത്. നല്ലൊരു അടിപൊളി സൺസെറ്റ് ആയിരുന്നു. രാത്രി ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഫിഫിയുടെ മോർണിംഗ് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റ് വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. തിരക്കുള്ള വീതികളിലൊന്നും ഒരു മനുഷ്യനില്ല. ബീച്ചുകളിൽ ബോട്ട് ഇങ്ങനെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതിലൊക്കെ ആളുകൾ കയറി രാവിലെ തന്നെ അവരുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകതരം കളറും ഭയങ്കര മൂഡ് കാഴ്ചയായിരുന്നു ഫിഫിയുടെ മോർണിംഗ് വിഷ്വൽസ്. 2000-ന് മുമ്പ് അധികം പോപ്പുലറൊന്നും അല്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ ഫിഫിയും ഈ കാണുന്ന ഐലൻഡ്സ് ഒക്കെ. 2000-ൽ ഇറങ്ങിയ ദ ബീച്ച് എന്ന ലിയാനാർഡോ ഡിക്കാപ്രിയോയുടെ ഫിലിമിന് ശേഷം ഈ സ്ഥലം അങ്ങോട്ട് ഭയങ്കര പോപ്പുലറായി. പിന്നെ ഇതൊരു നാഷണൽ പാർക്കാണ് കേട്ടോ. ഹാറ്റ് നൊഫ്രാറ്റ് താരാമു കോ ഫിഫി നാഷണൽ പാർക്ക്, അതാണ് ഇതിൻ്റെ പേര്. കടലിനടിയിൽ കുറേ അധികം വൈവിധ്യങ്ങളായ ചെടികളും മത്സ്യങ്ങളും ജലജീവികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ നാഷണൽ പാർക്ക്. ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഇഷ്ടപ്പെടുന്ന 2 സമയം അവിടുത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ സൺറൈസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാണ്. അധികം ആളും തിരക്കും ഒന്നും ഇല്ലാതെ ആ ഒരു സ്ഥലത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് സൺറൈസിൻ്റെ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നൈറ്റൊക്കെ ഇവിടെ ഫുള്ള് തിരക്കും, ഈ സ്ട്രീറ്റിലൊക്കെ ഫുള്ള് പാട്ടും ബഹളവും ആൾക്കാരും ഒക്കെ ആയിരിക്കും. പകൽ നോക്കിയേ അങ്ങനൊന്നുമില്ല. ഫ്രഷ് ആയിട്ടുള്ള കാഴ്ചകളാണ്. അതിലെ ആൾക്കാരിങ്ങനെ നടക്കുന്നതും ജോഗിങ്ങിന് പോകുന്നതും പിന്നെ പട്ടിക്കുട്ടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ വേറെ തന്നെ ഒരു മൂഡ്. രാവിലെ തന്നെ 6:30 ആയപ്പോൾ തന്നെ ഉന്തുവണ്ടിയിലൊക്കെ ആൾക്കാർ ഇതിലെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന കാണാൻ. നമ്മുടെ നാട്ടിലൊരു 100-120 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വേറെ അറിയാനുള്ള ഐറ്റംസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവുക.
ഫിഫി ഐലൻഡിൽ വൺ ഡേ ട്രിപ്പിനാണെങ്കിലും ഇവിടെ താമസിച്ച് കാണാനാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഐലൻഡ്സ് ഉണ്ട്, അവിടേക്ക് ബോട്ട് ട്രിപ്പിന് പോകാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ബോട്ട് ട്രിപ്പാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഐലൻഡ്സ് ഉണ്ട്. ഇവിടുത്തെ മായാബേ, എന്താ മങ്കി ഐലൻഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. 3500 ബാത്താണ് ഒരു ഫുൾ ബോട്ടിന് 4 മണിക്കൂറത്തേക്ക് നമ്മൾ ചിലവാക്കിയത്. അതായത് 5 പേർക്ക് 3500 ബാത്ത്. എനിക്ക് തോന്നുന്നു ഒരു 8,000-8,500 രൂപ വരുമായിരിക്കും 4 മണിക്കൂറത്തേക്ക്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതെങ്ങനെ ബുക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ഫിഫിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രൈവറ്റ് ബോട്ട് ബുക്കിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് പാക്ക് ചെയ്തതെന്ന് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ പൈസ അടച്ച് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കയറാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഫിഫിയിലെ ഐലൻഡ് കാഴ്ചകളിലേക്ക് സ്വാഗതം. പോലെ ആള് കയറാനുണ്ട്. പോലെ ഈ ബാക്കിൽ കാണുന്ന ബോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ലോങ് ടെയിൽ ബോട്ട് എന്നാണ് ഈ ബോട്ടിന് ഇവിടെ വിളിപ്പേര് കേട്ടോ. ഇവിടെ അല്ല, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ കയറാം. വലുതുകാല് വെച്ച് വീട്ടിൽ കയറാവുള്ളെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മായബേ പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ മായബേ പോകും, പിന്നെ ഫിഫിയിലെ കയറും, മങ്കി ബീച്ചിൽ നിന്ന് ഡ്രോൺ പറത്തും, പിന്നെ സൺസെറ്റിന് വേണ്ടി നമ്മൾ നൂയിബയിലോട്ട് പോകും. നൂയിബേ, യെസ്, നൂയിബേ. ഇപ്പൊ നമ്മുടെ കൂടെ പിണങ്ങിയിരിക്കുന്ന ജിതു എം ജി ഉണ്ട്, ഉവാച്ചിയുള്ള ഗോകുൽദാസ്, ട്രിപ്പ് ആൻഡ് അയ്യോ ഇതിങ്ങനെ നല്ല സ്പീഡിലാണ് പോണേ. അപ്പുറത്തൊരു ഒരു ബോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ അറഞ്ചം പുറഞ്ചം വെള്ളത്ത് കയറും. അവിടെ പോണേ മങ്കി ബേല്. അത് മങ്കി ബേ, അത് മങ്കി ബേ. അവിടെ കുറേ കാണാം. നമ്മൾ ഫസ്റ്റ് എത്തിയത് മങ്കി ബേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞനൊരു ബീച്ചുണ്ടേ, അങ്ങോട്ടേക്കാണ് കേട്ടോ. മങ്കിബേൽ ഇറങ്ങിയില്ല, വേറൊന്നുമല്ല, അടുത്ത കുറേ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതുകൊണ്ട് സമയം കിട്ടിയില്ല. പിന്നെ വെള്ളം നനയണം, അതല്ലാതെ വേറെ വഴിയില്ല അവിടെ വരെ എത്താനായിട്ട്. നമ്മുടെ ബോട്ട് ആ ഷോറിന് അവിടെ വരെ എത്തുമല്ലോ. സോ നമ്മളിവിടെ നിർത്തി കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് ആകാശ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഫീലെ ലഗൂണിലോട്ട്. ഫീലെ ലഗൂൺ, യെസ്, ഫീലെ ലഗൂൺ കേട്ടോ. ഓ ഇതിലൊരു ആനയുടെ ഷേപ്പില്ലേ? നമ്മളവിടെ ഓടി ഓടി മായാബേയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഐലൻഡാണ്. പലോങ് എന്നാ ജൈജാൻറ്റിക് അല്ലേ? അപ്പോൾ ഈ പലോങ് ഐലൻഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നിർത്തി. നല്ല കാറ്റാണ്, നമുക്ക് അധികം വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെയാണ് മായാബേ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ബീച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് ഭയങ്കര തിരക്കാണ്. പിന്നെ അവിടെ കയറണമെങ്കിൽ 400 ബാത്ത് എൻട്രി ഫീ ആയിട്ട് അവിടെ കൊടുക്കണം. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കയറിയാൽ കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് നടന്ന് വേണം അകത്ത് കയറാനായിട്ട് മായാബേയിലോട്ട്. എൻ്റെ ബാക്കിൽ ഇത് അങ്ങ് കാണുന്നതാണ് മായാബേയുടെ ബീച്ച്. നമ്മൾ ആക്ച്വലി ഇവിടെ നല്ല കേട്ടോ, ബീച്ചിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറത്തിൽ വേറൊരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയിട്ട് അവിടെ നടന്ന് വേണം ബീച്ചിലോട്ട് വരാനായിട്ട്. നമുക്ക് ഇവിടെ നിന്നാലും ബീച്ച് കാണാൻ പറ്റും. നടക്കണ കുറച്ച് സമയമൊക്കെ വേണം. അതുകൊണ്ട് ചിലപ്പോഴേ നമ്മളങ്ങോട്ട് കയറുള്ളൂ. നമ്മുടെ ഒരു പാസ് ഉണ്ട്, 400 ബാത്ത് കൊടുത്ത് പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മറ്റേ സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി പോകല്ലേ, അപ്പോൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിന് സിംഗിൾ പാസ് എടുത്ത് കഴിഞ്ഞാൽ അല്ലേ 600 രൂപയുടെ പാസ് എടുത്ത് കഴിഞ്ഞാൽ മായാബേയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓൾറെഡി പാസ് ഉണ്ട്. വേണമെങ്കിൽ അവിടെ കയറാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കണ്ടിട്ട് വിടാം. പക്ഷെ നല്ല രസമുള്ളൊരു വൈബുള്ളൊരു ബീച്ചാട്ടോ. കൊടുങ്കാറ്റോ? മായാബേ വന്നിട്ട് തിരിച്ച് മറ്റേ ന്യൂയിബേ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ നേരത്ത് പൂക്കുറ്റി കാറ്റ്. ഞാൻ മാത്രം ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ ഇങ്ങനെ സേഫായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ബാക്കി ആരും ലൈഫ് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഭയങ്കര ധൈര്യമാണ്. വള്ളം എന്ന് പറഞ്ഞാൽ വള്ളമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുമാതിരി എന്തോ എൻ്റെ പോലെ എടുത്ത് എറിയുന്ന പോലെ എടുത്ത് ആലക്കിയാ പോകുന്നത്. ഒരു മലയുടെ അപ്പുറത്താണ് കാറ്റ്, മലയുടെ ഇപ്പുറത്ത് കാറ്റില്ല. ഇവിടെ വന്നപ്പോൾ ന്യൂയിബേ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ കാറ്റില്ലെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ആ ഒരു മലയുടെ എന്താണ്
കാറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കാറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ സിനിമയിലൊക്കെ കണ്ട ഫ്രെയിം ഇതാണെന്ന് തോന്നുന്നു. ഒരു വലിയ മല നിൽപ്പുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ വഴി. ഇതാണ് ന്യൂ ഇബേ. അപ്പോൾ നമുക്കിനി ന്യൂ ഇബേയിലെ കാഴ്ചകളൊന്ന് കാണാവേ. നല്ല മൂട് സ്ഥലമല്ലടാ, വെള്ളത്തിന് കളർ നോക്കി. നല്ല കിടിലൻ മൂടൊരു സ്ഥലം. നല്ല വെള്ള കളറിലെ മണലും നല്ല പച്ചയും നീലയും നിറം കറന്ന വെള്ളവും. കുഞ്ഞ ബീച്ചാണേ, പക്ഷേ ഇവിടെ വന്നിട്ട് കാഴ്ച അടിപൊളിയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ ലൈം സ്റ്റോൺസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു അവതാർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണെന്നാണ് ട്രിപ്പു തമ്പി പറഞ്ഞത് അല്ലേ. ന്യൂ ഇബേയിൽ വന്നിറങ്ങിയപ്പോൾ മഴ. എനിക്ക് തോന്നുന്നു നമുക്ക് പ്രകൃതിക്ക് നമ്മളോട് തന്നെ ഇത്രയ്ക്ക് ദേഷ്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. നല്ല കിട്ടില്ല ഒരു സ്ഥലം. ഇവിടെ ഷൂട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മൂഞ്ചലാവും. നല്ല ഒരു ഭയങ്കര രസമുള്ളൊരു സംഭവം, ചെറിയൊരു ബീച്ച്. പക്ഷേ ആ ബീച്ചിൽ ഇന്നലത്തെ വ്യൂസ് അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഷാബ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും അതുപോലൊക്കെ തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ കാണാം. ആണോ? ഉണ്ടോ അല്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട് ചെറുതായിട്ട്. ഭയങ്കര മഴ. ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നതിന് കുഴപ്പമില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ഗുഹയുണ്ട്, ഗുഹയുടെ അകത്ത് കയറിയാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് മായാബേക്കാളും ഇഷ്ടപ്പെട്ടത് ന്യൂ ഇബേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബീച്ചാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വെള്ളത്തിലിറങ്ങാം, വെള്ളത്തിൽ നീന്താം. പിന്നെ കുറേ ഏരിയ ഉണ്ട്, നല്ല ഭംഗിയുള്ള 2 ലൈം സ്റ്റോൺ കുഞ്ഞൻ മലകൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ആ ഒരു ഫ്രെയിമൊക്കെ ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്നൊരു കിടിലൻ കുളിയൊക്കെ പാസ്സാക്കി നല്ലൊരു സൺസെറ്റും കണ്ട് അമ്പിളിയമ്മാവൻ ഓടി ഒളിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. പിന്നെ ഈ ഫിഫി ഡോൺ ഐലൻഡിന് അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ. ഒരറ്റത്തുനിന്ന് അപ്പുറത്തെ അറ്റം വരെ നേരെ പിടിച്ച് നടന്നാൽ 8 കിലോമീറ്റർ കൊണ്ട് എത്താൻ പറ്റും. കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഏരിയ ഒക്കെ നല്ല ഫെമിലിയറായി, കടകൾ വരെ അത്യാവശ്യം പരിചയമായി. പിന്നെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. റൈസും ചിക്കനും അത് മറക്കാൻ പറ്റില്ലാത്തൊരു കോംബോയാണ്.